إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്ന് ലോകത്ത് സാമ്പത്തികമായി, അതുപോലെ തന്നെ ശാരീരികമായി, മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് കൂടുതൽ പേരും. ഒരു വീട്ടിലെ 5 അംഗങ്ങൾ എടുത്തു നോക്കിയാൽ 5 പേർക്കും വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്, ടെൻഷനാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം അവസാനം കൊണ്ടെത്തിക്കുന്നത് ആത്മഹത്യയിലേക്കും ലഹരിയിലേക്കുമാണ്. ഇന്ന് പുകവലിക്കുന്ന, കള്ളുകുടിക്കുന്ന, ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളോട് നീ എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത്, എന്തിനാണ് പുകവലിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവന് പറയും ഒരു സമാധാനത്തിന് വേണ്ടിയാണ്, ആകെക്കൂടെ ഒരു ടെൻഷനാണ്, ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുകവലിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നത്. ആളുകൾ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതെല്ലാം അതിലാണ്. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരീക്ഷണം പല രൂപത്തിൽ നമ്മിലേക്ക് വന്നേക്കാം. ഒരുപക്ഷെ സാമ്പത്തികമായി പ്രയാസങ്ങൾ, കടബാധ്യതകൾ അല്ലാഹു നമുക്ക് നൽകും. ശാരീരികമായ പ്രതിസന്ധികൾ ഉണ്ടാവും, അസുഖങ്ങൾ ഉണ്ടാവും, മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ഒരു സമയത്ത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട, അതല്ലെങ്കിൽ ഓർക്കേണ്ട, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി സന്തുഷ്ടകരമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധ്യമാകണമെങ്കിൽ അല്ലാഹുവും പ്രവാചകനും കൽപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്ന ഈ 4-5 നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ഒരിക്കലും ടെൻഷൻ അടിക്കൂല. അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് അല്ലാഹു എന്തെങ്കിലും പരീക്ഷണം നൽകുമ്പോ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കലാകാലമായി അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, കടബാധ്യത തീർക്കാത്ത കടങ്ങൾ കൊണ്ട് ആവലാതിപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈമാൻ കാര്യങ്ങളെ കുറിച്ചാണ്. പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു, അൽ ഈമാനു ബില്ലാ, അല്ലാഹുവിലുള്ള വിശ്വാസം, വമലായികതിഹി, മലക്കുകളിലുള്ള വിശ്വാസം, വകുതുബിഹി, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, വറുസുലിഹി, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, വൽയൗമിൽ ആഖിർ, പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം. ഇനി 6ാമതായി എന്താ പഠിപ്പിക്കുന്നതെന്നറിയോ? അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഒരു ഖൈറുണ്ടാകുന്നതും ഒരു ശർറുണ്ടാകുന്നതും, ഒരു നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അതെന്റെ റബ്ബിൽ നിന്നുള്ളതാണെന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഈമാൻ കാര്യം 6ാമത്തതില് പലർക്കും അങ്ങ് വിശ്വസിക്കാൻ പണിയാം. പരാതിയാണ്, എന്റെ റബ്ബ് എന്നെ മാത്രം പരീക്ഷിക്കുന്നു, ബുദ്ധിമുട്ടിപ്പിക്കുന്നു, പ്രയാസങ്ങൾ എനിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല എന്ന ഈമാൻ കാര്യത്തിലെ 6ാമത്തത് മനസ്സിലുണ്ടെങ്കിൽ എന്തിനാ ടെൻഷൻ? നിന്റെ റബ്ബ് തന്നതാ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നില്ലേ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅ. ഒരു ഗ്രന്ഥത്തിൽ അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ചാണ്, മുന്നേ അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ചാണ് നിങ്ങൾക്ക് ഭൂമിയിലും നിങ്ങളുടെ ശരീരത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
ഇന്നൊരു ഭൂകമ്പമുണ്ടായി, പ്രകൃതി ദുരന്തമുണ്ടായി. അള്ളാഹു മുന്നേ നിശ്ചയിച്ചു എന്ന ഒന്നാണത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായി, അസുഖമുണ്ടായി, എന്റെ റബ്ബ് തീരുമാനിച്ചു വെച്ചതാ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ 50,000 കൊല്ലം മുമ്പ് റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എന്താകണം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം. അപ്പൊ ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അതല്ല നമസ്കാര ശേഷങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയാനും നീ തടഞ്ഞത് നൽകാനും വേറെ ആരുമില്ല. وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير وهو على كل شيء قدير. എനിക്കൊരു ഉപദ്രവം അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാൻ ഭൂലോകത്ത് ആർക്കും സാധ്യമല്ല. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഒരാളും ആത്മഹത്യ ചെയ്യൂല, ഒരാളും ലഹരി ഉപയോഗിക്കുകയില്ല. നമ്മുടെ മൈൻഡ് ഫ്രീ ആകും ഈ ചിന്തയുണ്ടെങ്കിൽ. അപ്പൊ എന്തിനാ സഹോദരങ്ങളെ പ്രതിസന്ധിയും പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ ബുദ്ധിമുട്ടുന്നത്? എന്റെ റബ്ബ് വിധിച്ചതാണ്. എന്റെ റബ്ബ് വിധിച്ചതല്ലാതെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, എന്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഖുർആനിന്റെ ആയത്താണ്. ഇനി രണ്ടാമതായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആശയം എന്തെന്നറിയുമോ? ഇന്ന മഅൽ ഉസ്രി യുസ്റാ. തീർച്ചയായും ഒരു പ്രയാസത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും. ഇന്ന് ഞാൻ രോഗിയാണെങ്കിൽ, അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവനാണെങ്കിൽ, ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്യുന്ന ആളാണെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കേണ്ടത് ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ പ്രയാസത്തിന്റെ കൂടെ എന്റെ റബ്ബ് എനിക്കൊരു എളുപ്പം ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടെങ്കിൽ അതിനുശേഷം നമുക്കൊരു സന്തോഷം വരാനുണ്ട്, ഒരു എളുപ്പം വരാനുണ്ട്. ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയമായതുകൊണ്ടാണ് പറയുന്നത്. അതിനുശേഷമുള്ള എളുപ്പത്തെ പ്രതീക്ഷിക്കുക. എന്റെ ജീവിതത്തിൽ ഇതിനുശേഷം വരുന്ന സന്തോഷത്തെ പ്രതീക്ഷിക്കുക. അയാൾക്ക് പിന്നെ എന്തിനാ ടെൻഷൻ ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ കാനൽ ഉസ്റു ഫീ ജുഹ്രിൻ ലദഖല അലൈഹിൽ യുസ്ർ. പ്രയാസം ഒരു മാളത്തിൽ ഒളിച്ചിരുന്നാലും എളുപ്പം അതിനെ തേടി ചെല്ലും. നോക്കൂ നിങ്ങൾ, പ്രയാസം ഒരു മാളത്തിലാണെങ്കിൽ പോലും എളുപ്പം അതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കും, അതിനെ തേടി ചെല്ലും. അതായത് പ്രയാസമുണ്ടെങ്കിൽ അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു എളുപ്പവും ഒരു സന്തോഷവും കടന്നു വരാനെന്നുണ്ടെന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല, ഒരിക്കലും നമുക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല, ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അതാണ് രണ്ടാമത്തെ കാര്യം, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, അസ്സബ്റു അലൽ മസായിബ്. നമുക്ക് ബാധിച്ച പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുക. അത് പലപ്പോഴും പലർക്കും കഴിയാത്ത ഒരു വിഷയമാണ്. അസ്സബ്റു അലൽ മസായിബ്. നോക്കൂ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ. وَلَنَبْلُوَنَّكُمْ, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫി, ഭയം കൊണ്ട്, വൽ ജൂഅ, പട്ടിണി കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട്, വൽ അൻഫുസ്, ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട്, വസ്സമറാത്ത്, നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് നൽകാതെ ഫലവൃക്ഷങ്ങളിൽ, റിസ്കിൽ ഒക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നൽകുന്നതാണ്.
ഇനി അവരെ കുറിച്ച് പറയുന്നുണ്ട്, ആ സമയത്ത് ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക്, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ. الذين إذا أصابتهم سرا, അവർക്ക് സന്തോഷം ബാധിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ശുക്ർ ചെയ്യും, ദുരിതം ബാധിക്കുന്ന സമയത്തും അല്ലാഹുവിനെ ശുക്ർ ചെയ്യും. അതല്ലൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. എന്താ കാര്യം? ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, അവനെല്ലാതും ഖൈറാണ്. അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതും അവന് നന്മയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് വിശ്വാസിക്കല്ലാതെ കിട്ടൂല. ഇൻ അസാബതുഹു സറാഉ, അവന് സന്തോഷം ബാധിക്കുന്ന സമയത്ത് ശക്കറ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാണ്. നമുക്ക് നല്ല ജോലി കിട്ടി, സാമ്പത്തികമായി നല്ല ഉയർച്ചയുണ്ടായി, നമ്മുടെ ശരീരം നല്ല ആരോഗ്യപരമായി മുന്നോട്ട് പോകുന്നു, നമ്മൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാറുണ്ട്. അഷ്കുറുല്ലാഹ് തആല, ഏത് സമയത്ത് റബ്ബിനെ നമ്മൾ ശുക്ർ ചെയ്യും, അത് നമുക്ക് ഖൈറാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഇൻ അസാബതുഹു ദർറാ, ഇനി ജീവിതത്തിൽ അവന് പ്രതിസന്ധി നേരിടേണ്ടി വന്നു, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യേണ്ടി വന്നു, അസുഖമുണ്ടായി, ആ സമയത്തോ സബറ, അവൻ ക്ഷമിച്ചു. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ്. അതായത് ജീവിതത്തിൽ എല്ലതും ഖൈറാണ്, ഒരിക്കലും ശർറ് നിങ്ങൾക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ലുക്മാൻ തന്റെ മകനോട് പറയുന്നുണ്ട്, വസ്ബിർ അലാ മാ അസാബക, നിനക്ക് ബാധിച്ചതിന്മേൽ നീ ക്ഷമിക്കാൻ തയ്യാറാകണം. എന്നാൽ വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുകൾക്ക്, ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്. ആ സ്വർഗം നമുക്ക് ലഭിക്കും ഈ ക്ഷമയിലൂടെ എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 4-മതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിലും ഒരു ഖൈറുണ്ടെന്ന് വിശ്വസിക്കുക. എല്ലാത്തിലും ഒരു ഖൈറുണ്ടെന്ന് വിശ്വസിക്കുക. എനിക്ക് നന്മ സംഭവിച്ചാൽ അതിൽ ഖൈറുണ്ട്. ഒരു തിന്മ സംഭവിക്കുകയാണെങ്കിൽ അതിലും ഖൈറുണ്ട്. തിന്മ സംഭവിച്ചതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇപ്പൊ നമ്മൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യാം, കുറച്ചങ്ങോട്ട് യാത്ര ചെയ്ത് 1 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ തന്നെ ശപിക്കും, പ്രാകും, അതുപോലെ തന്നെ ആക്ഷേപ വാക്കുകളൊക്കെ സാധാരണ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഒരാൾ നമ്മളെ തിരിച്ചു വിളിച്ചു, വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു വന്നു, അപ്പോൾ നമ്മൾ പറയും ശാപവാക്കുകളും കുത്തുവാക്കുകളും ഒക്കെ. പക്ഷെ നിങ്ങൾക്ക് വരുന്ന ഒരു അപകടത്തെ തടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വിളി വന്നത് എന്ന് നമ്മൾ ഓർക്കാറുണ്ടോ? അതൊരു ഖൈറാ. നമ്മൾ മറന്നു വെച്ചതൊരു ഖൈറിനാ, ഒരാൾ പിന്നിൽ നിന്ന് വിളിച്ചതൊരു ഖൈറിനാ എന്നൊരു ആശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു മുഅ്മിനിനെ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഒരു മന്ത്രിയുടെയും രാജാവിന്റെയും കഥ പറയാറുണ്ട്. കഥയാണെങ്കിലും അതിൽ നിന്ന് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളേണ്ട വലിയൊരു ഗുണപാഠമുണ്ട്. ഏത് സമയത്തും തന്റെ സഹചാരിയായിരുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിരുന്ന ഒരു മന്ത്രി, ഈ രാജാവിനൊരിക്കൽ എന്തോ ഒരു അപകടം സംഭവിച്ചു. അപകടത്തിൽ വിരൽ മുറിഞ്ഞുപോയി. ഈ വിവരം മന്ത്രി അറിയിച്ചു. മന്ത്രി അൽഹംദുലില്ലാഹ് ഖൈറൻ ഖൈറ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, നല്ലത് വരട്ടെ. രാജാവ് പറഞ്ഞു, എന്നെ കളിയാക്കുകയാണോ? എനിക്കൊരു ആപത്ത് സംഭവിച്ചപ്പോൾ ഈ ഖൈറൻ ഖൈറ എന്ന് പറയാണോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ജയിലിലടച്ചു. എന്നിട്ട് ആ രാജാവ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, മന്ത്രി ജയിലിലാണ്. അങ്ങനെ ദൂരെ യാത്ര ചെയ്ത് നായാട്ടിന് പോകുന്ന സമയത്ത് ഒരു സമൂഹത്തിലെത്തി. ആ സമൂഹത്തിലുള്ള ആളുകൾ എന്തോ ഒരു നേർച്ച അതല്ലെങ്കിൽ ഒരു ഉത്സവമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്.
അവരുടെ കവാടത്തിലൂടെ അവരുടെ പ്രദേശത്തേക്ക് ആദ്യം വരുന്ന ആളെ ബലിയറുക്കണം എന്ന നേർച്ച അവർക്കുണ്ടായിരുന്നു. ഈ രാജാവ് അതിലൂടെ ആദ്യം കടന്നു വരുന്നത്. രാജാവിനെ പിടിച്ചു. ബലിയെടുക്കാൻ നിൽക്കുന്ന സമയത്ത് കയ്യിൽ ഒരു ന്യൂനത കണ്ടു, വിരൽ മുറിഞ്ഞിട്ടുണ്ട്. അവരുടെ നിയമപ്രകാരം ന്യൂനതയുള്ള ആളെ ബലിയെടുക്കാൻ പാടില്ല. ആ രാജാവ് അവിടെ നിന്ന് രക്ഷപ്പെടുക, രാജാവിനെ തിരിച്ചു പറഞ്ഞയക്കുകയാണ്. അപ്പൊ നേരത്തെ ആ മന്ത്രി ഖൈറൻ ഖൈറ എന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണെന്ന് രാജാവ് ചിന്തിക്കുകയാണ്. മന്ത്രിയുടെ അടുത്ത് കൂടി ജയിലിൽ നിന്ന് മോചിതനാക്കി ക്ഷമ പറഞ്ഞു, സോറി പറഞ്ഞു. അപ്പോ അദ്ദേഹം പറയാണ്, മന്ത്രി പറയാണ്, എന്നെ ജയിലിലടച്ചതും ഒരു ഖൈറിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിന് വന്ന ന്യൂനത കാരണം നിങ്ങൾ മാറ്റി നിർത്തിയാൽ എന്നെ അവർ ബലിയറുക്കും. അപ്പൊ എന്നെ തടങ്കലിലാക്കിയതും ഖൈറിനാണ്. അപ്പൊ സഹോദരങ്ങളെ, അതിന്റെ ആകെ ചുരുക്കം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോ അതൊരു ഖൈറിനാണ്. മുന്നേ പറയാറുണ്ട്, ഒരു പിതാവ് എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് മകനെ കാറിന്റെ കാറ്റഴിച്ചു, ഒരുപാട് ശകാരിച്ചു, കുത്തുവാക്കുകൾ പറഞ്ഞു, ചിത്ത പറഞ്ഞു. എന്നിട്ട് വേറെ വണ്ടി വിളിച്ചത് എയർപോർട്ടിലേക്ക് പോയി, ഫ്ലൈറ്റ് മിസ്സായി, വീട്ടിൽ വന്ന് വിശ്രമിച്ചു. ആ മകൻ ഒരുപാട് ശകാരിച്ചു, ആക്ഷേപ വാക്കുകളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ ന്യൂസ് കാണുന്ന സമയത്ത് വാർത്തയിലുണ്ട്, അദ്ദേഹം പോകാനിരുന്ന ആ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കാറ്റടിച്ചത് ഒരു ഖൈറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയോ ഇതെനിക്കൊരു ഖൈറായിരിക്കുമെന്ന്? അപ്പൊ നമുക്കുള്ള അതിൽ നിന്നുള്ള ഗുണപാഠം എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണെങ്കിലും ഷർറാണെങ്കിലും ഖൈറാണെങ്കിലും അത് സംഭവിച്ചാൽ അള്ളാഹു എനിക്കിതിലൂടെ ഒരു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്കൊരിക്കലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഇത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ടാണ് വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്നത്. 4 കാര്യങ്ങൾ പറഞ്ഞു. ആ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരില്ല. 5ാമത്തെ കാര്യം, ഉൾനുറു ഇലാ അസ്ഫല മിൻകും വലാ തൻറുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കി ജീവിക്കണം, ഒരിക്കലും മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കി ജീവിക്കരുത്. നമ്മളെക്കാൾ കൂടുതൽ സമ്പത്തുള്ളവരിലേക്ക് നോക്കിയാൽ, നമ്മളെക്കാൾ വലിയ വാഹനമുള്ളവരിലേക്ക് നോക്കിയാൽ, നമ്മളെക്കാൾ കൂടുതൽ ആരോഗ്യമുള്ളവരിലേക്ക് നോക്കിയാൽ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. പ്രവാചകൻ പറഞ്ഞു, നമ്മിൽ താഴെ ഉള്ള ആളുകളിലേക്ക് നോക്കുക. നമ്മൾ ബൈക്കിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മൾ നോക്കേണ്ടത് കാറിലേക്കല്ല, നടക്കുന്ന ആളിലേക്ക് നോക്കണം. കാലില്ലാത്ത വീൽ ചെയറിൽ നടക്കുന്ന ആളുകളിലേക്ക് നോക്കണം. ഇന്ന് എനിക്ക് എന്റെ റബ്ബ് എന്ത് അനുഗ്രഹമാണോ നൽകിയിട്ടുള്ളത്, ആ അനുഗ്രഹം കിട്ടാത്ത എത്രയോ ആളുകൾ എന്റെ താഴെയുണ്ട്. ഒരു നേരം വെള്ളം കുടിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ അത് കിട്ടാത്തവർ എനിക്ക് ചുറ്റുമുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. പട്ടിണി മൂലം മരണപ്പെടുന്ന ആളുകളുണ്ട് എന്ന് ഞാൻ എന്റെ മണിമാളികളിൽ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ, കിടന്നുറങ്ങുമ്പോ കിടത്തണ്ണയിൽ കിടക്കുന്ന ആളുകളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നല്ല നല്ല വസ്ത്രം ധരിക്കുമ്പോ, ബ്രാൻഡഡ് ലിമിറ്റഡ് എഡിഷൻ വസ്ത്രങ്ങൾ ധരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, വസ്ത്രം ധരിക്കാൻ കഴിയാത്ത, അത് വാങ്ങാൻ കഴിയാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ, ഉൻദുറു ഇലാ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളുടെ താഴെ ഉള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക. അവസാനത്തേത്, 6ാമത്തേത്, മുന്നേ നമ്മൾ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും വേസ്റ്റ് ആക്കി പോകുന്നില്ല. അള്ളാഹു സ്വീകരിച്ച ഒരു പ്രാർത്ഥനയാണെങ്കിൽ 3 രൂപത്തിൽ നമുക്ക് അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട്. ഒന്നാമത്തേത്, ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, ആ പ്രാർത്ഥിച്ച ഉടനെ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ആ പ്രാർത്ഥിച്ച ഉടനെ അള്ളാഹു ഉത്തരം നൽകും. രണ്ടാമത്തേത്,
ഈ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളാണ് അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുന്നത്. 5-10 വർഷം അല്ലാഹുവിനോട് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹു എനിക്ക് നല്ല സന്താനത്തെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രയത്നിച്ചു. കുട്ടികൾ അല്ലാഹു നൽകിയിട്ടില്ല എങ്കിൽ അവർ പോകുന്നത് ജാറങ്ങളിലേക്കാ, മഖബറകളിലേക്കാ, അല്ലാഹു അല്ലാത്തവരിലേക്കാ, അല്ലാഹു അല്ലാത്ത സമന്മാരിലേക്ക് അവർ പോവുക. അവരോട് പ്രാർത്ഥിക്കുകയാ, അവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യുകയാ. എന്തിനാ? കുട്ടികളുണ്ടാകാൻ. പക്ഷേ രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞതോ, ആ പ്രാർത്ഥനക്ക് അല്ലാഹു ആ സമയത്ത് ഉത്തരം നൽകില്ല, അത് അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കും. ആ വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹു അല്ലാത്തവരിലേക്ക് ആളുകൾ പോകുമോ? ഇല്ല. മൂന്നാമതായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു ഷർറ്, ഒരു മുസീബത്ത്, ഒരു പ്രയാസം ആ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു മാറ്റി നിർത്തും. അപ്പൊ നമ്മൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ഒന്നില്ലെങ്കിൽ പരലോകത്തൊരു ഖൈറുണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഭാവി ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ഷർറിനെ, മുസീബത്തിനെ അല്ലാഹു തടുത്തു മാറ്റും. ഈ 6 കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും, സന്തുഷ്ട കുടുംബമായി തീരും. അതല്ലാത്ത ആളുകളാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്, അതല്ലാത്ത ആളുകളാണ് ലഹരി ഉപയോഗിക്കുന്നത്, അതിലൂടെ സമാധാനം കണ്ടെത്തുന്നത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു ഈമാൻ കാര്യത്തിൽ. 6ാമത്തത് നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണ് വിശ്വാസം. 2 ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഒരു പ്രയാസത്തിന്റെ കൂടെ ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. 3 അസ്സബ്റു അലൽ മസായിബ്, പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുക. 4 നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ജീവിതത്തിൽ സംഭവിച്ച അതിലൊരു ഖൈറുണ്ട്. 5 നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. 6 3 രൂപത്തിലാണ് അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ അതൊരു വിശ്വാസത്തിന് മാത്രമേ കഴിയുള്ളൂ. അത് നമ്മൾ പ്രാവർത്തികമാക്കി ജീവിച്ചാൽ ഏത് പ്രതിസന്ധിയും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും യാതനകളും കടന്നു വരുമ്പോ ഒരിക്കലും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അത് പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതിരിക്കാൻ, അതുപോലെ തന്നെ സന്തുഷ്ടകരമായ ജീവിതം നയിക്കാൻ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട അല്ലാഹുവും റസൂലും പഠിപ്പിച്ച 6 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി സഹോദരങ്ങളെ, ഇന്ന് ദുനിയാവിൽ ഒരു വീട് നിർമ്മിക്കുക എന്നൊക്കെ പറയുമ്പോ നിർമ്മിച്ച ആളുകൾക്കറിയാം അതിന്റെ പ്രയാസങ്ങളെല്ലാം. അതൊരു അനുഗ്രഹമാണ്, ആശ്വാസമാണ് ഒരു ഭവനം എന്നുള്ളത്. അത് നമ്മളൊക്കെ ഈ ദുനിയാവിൽ ആഗ്രഹിക്കാറുണ്ട്, ആഗ്രഹിക്കുന്നവരുണ്ട്, അത് നേടിക്കഴിഞ്ഞ ആളുകളുണ്ട്. എന്നാൽ അതുപോലത്തെ ഒരു വീട്, അതല്ലെങ്കിൽ ഒരു വീട് സ്വർഗത്തിൽ എനിക്ക് ലഭിക്കണം എന്നൊരു ചിന്ത നമ്മിൽ എത്ര ആളുകൾക്കുണ്ട്? അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഖുർആനും ഹദീസും നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ. ഫിർഔനിൽ നിന്നും അക്രമികളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം, സ്വർഗ്ഗത്തിൽ ഒരു ഭവനം എനിക്ക് തയ്യാറാക്കണം. അപ്പൊ അവിടെ ആ ഒരു റബ്ബിനോടുള്ള പ്രാർത്ഥനയിൽ എനിക്കൊരു ഭവനം എന്ന് പറയുമ്പോ അതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
സ്വർഗത്തിലൊരു കൊട്ടാരം കണ്ടപ്പോൾ ഇതാരുടേതാണെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബിന്റേതാണ്. അവിടെ വീട് നമ്മൾ ആഗ്രഹിക്കണം. ആ വീട് നമുക്ക് ലഭിക്കാൻ ചില കർമ്മങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചില ഖുതുബകളിൽ, രണ്ടാമത്തെ ഖുതുബയിൽ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. അതിലൊന്ന്, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 10 മററാത്ത് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സൂറത്തുൽ ഇഖ്ലാസ് 3-4 ആയത്തുള്ളൂ. ഒരു 10 മിനിറ്റ് വേണ്ട ഒരു ദിവസം നമുക്ക് 10 പ്രാവശ്യം പാരായണം ചെയ്യാൻ. അത് നമ്മൾ പാരായണം ചെയ്താൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് തയ്യാറാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് ചൊല്ലേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് വീട് നിർമ്മിക്കാൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ 10 വട്ടം ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്തിരിക്കണം. 2, മൻ ബന മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ഫിൽ ജന്ന മിസ്ലഹു. ഒരു പള്ളി റബ്ബിന് വേണ്ടി ഒരാൾ നിർമ്മിച്ചാൽ, അതിന് സഹകരിച്ചാൽ, സാമ്പത്തികമായി സഹായം ചെയ്താൽ, അതുപോലത്തെ ഒരു ഭവനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവന് നിർമ്മിച്ചു കൊടുക്കും. അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രം. മൂന്നാമതായി പ്രവാചകൻ പഠിപ്പിക്കുന്നു, മൻ സാബറ അലാ 12 റകഅതൻ മിനസ് സുന്ന. റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി ഒരാൾ നിർവഹിച്ചാൽ, അത് 12 ആണെന്നും 10 ആണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. 4 റകഅത്തിൻ ഖബ്ല അദ്ദുഹർ, ദുഹറിന് മുന്നേ 4, അതല്ലെങ്കിൽ 2. വറകഅതൈനി ബഅദഹാ, ശേഷം 2. വറകഅതൈനി ബഅദൽ മഗ്രിബ്, വറകഅതൈനി ബഅദൽ ഇശാ, വറകഅതൈനി ഖബ്ല ഫജ്ർ. മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, അതുപോലെ തന്നെ സുബ്ഹിക്ക് മുമ്പ് 2. ഈ 10-12 റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും. ഇതൊക്കെ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൽ അവസാനത്തെ ഒരു കാര്യം കൂടെയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ദഖല സൂഖ്, ഒരാള് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ദിവസം എത്ര തവണ നമ്മൾ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്? ആ പ്രവേശിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ രൂപത്തിലെങ്ങാനും പ്രാർത്ഥിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കറിയാവുന്ന ചെറിയൊരു പ്രാർത്ഥനയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, ദൈവമില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്ക്, അധികാരം അവനാണ്, വലഹുൽ ഹംദ്, സ്തുതി അവനാണ്, യുഹ്യി വയുമീത്, അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും, വഹുവ ഹയ്യുൽ ലാ യമൂത്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കുന്നവനല്ല, ബിയദിൽ ഖൈറു, എല്ലാ ഖൈറും നന്മയും അവന്റെ പക്കലാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ ദുആ ചൊല്ലിയാൽ അവനുള്ള പ്രത്യേകതയായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, കതബല്ലാഹു ലഹു അൽഫ ഹസന. അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലിക്കഴിഞ്ഞാൽ 1000 നന്മകൾ റബ്ബ് നമുക്ക് നൽകും. അത് മാത്രല്ല, എന്നിട്ട് പറഞ്ഞു, വമഹാ അൻഹു അൽഫ സയ്യ,
1000 തിന്മകളും മായ്ക്കപ്പെടും. അറിയാതെ മനുഷ്യർ കുല്ലുബനി ആദം സന്തതികൾ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. അറിയാതെ തെറ്റൊക്കെ നമ്മൾ അടുത്ത് വന്നിട്ടുണ്ടാവും. ഓരോ തവണ ഓരോ ദിവസം നമ്മൾ അങ്ങാടിയിലേക്ക് പ്രവേശിക്കാറുണ്ട്. 1000 നന്മ നൽകും, 1000 തിന്മ മായ്ക്കപ്പെടും. 1000 പദവികൾ അല്ലാഹു ഉയർത്തി തരും. അവസാനം പറഞ്ഞു സ്വർഗത്തിൽ അല്ലാഹു ഒരു ഭവനം അവൻ നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മള് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതാണ്. പക്ഷെ പലരും മറക്കാറുണ്ട്. റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി നമുക്ക് നമസ്കരിക്കാം. അങ്ങാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ ഈ പ്രാർത്ഥന ചൊല്ലാം. സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യാം. അതുപോലെ തന്നെ അല്ലാഹുവിന് ഒരു ഭവനം നിർമ്മിക്കുമ്പോ അതിലേക്ക് നമുക്ക് സാമ്പത്തികമായും ശാരീരികമായിട്ടൊക്കെ സഹായം ചെയ്യാം. ആ രൂപത്തിലൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം തയ്യാറാക്കി. അല്ലാഹു അത്തരം വിശ്വാസികളിൽ അത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം അനുഷ്ഠിച്ച മുഴുവൻ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ أحياء من الأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى